ലൈംഗിക അതിക്രമ കേസിൽ ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയിൽ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. സിനിമാ ലൊക്കേഷനിലെ തർക്കമാണ് യുവനടിയുടെ പരാതിക്ക് അടിസ്ഥാനമെന്നാണ് രഞ്ജിത്ത് പറയുന്നത്. രഞ്ജിത്തിന് ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ നിലപാടെടുക്കുന്നു. ലിഡിയ ജേക്കബ് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ലിഡിയ, പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെൻ. രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി വിധി പറയുകയാണ്. കഴിഞ്ഞ ദിവസം വിശദമായിട്ടുള്ള വാദം കോടതി കേട്ടിരുന്നു. പ്രത്യേകിച്ച് വലിയൊരു നീണ്ട വാദമായിരുന്നു. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും രഞ്ജിത്തിന് ജാമ്യം നൽകാനാവില്ല എന്നുള്ള വാദം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് കസ്റ്റഡിയിൽ വേണമെന്ന് കൂടി ആവശ്യപ്പെട്ടിരുന്നു. കസ്റ്റഡി അപേക്ഷ കൂടി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. രഞ്ജിത്തിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും കാര്യങ്ങളും ഒക്കെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ജാമ്യം വേണം എന്ന് രഞ്ജിത്ത് കൂടി ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ വാദത്തിൽ വലിയ ആരോപണങ്ങളൊക്കെ പരാതിക്കാരിക്കെതിരെ രഞ്ജിത്ത് ഉന്നയിച്ചിരുന്നു. മുൻപ് തന്നെ ഈ പരാതിക്കാരിയുമായി തർക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു വൈരാഗ്യമെന്നോണമാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയതെന്നടക്കമുള്ള കാര്യങ്ങളാണ് രഞ്ജിത്ത് ഉന്നയിച്ചത്. മാത്രമല്ല 30-ാം തീയതി, അതായത് ജനുവരി 30-ാം തീയതി നടന്ന സംഭവത്തിൽ മാർച്ചിലാണ് ഇത്തരത്തിൽ പരാതി ഉയരുന്നത്. അതിൽ തന്നെ അസ്വാഭാവികതയുണ്ട് അടക്കമുള്ള കാര്യങ്ങളാണ് രഞ്ജിത്തിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചത്. മാത്രമല്ല വോട്ട് ചെയ്യാനായി അവസരം നൽകണമെന്ന് കൂടി രഞ്ജിത്ത് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് നൽകാനാവില്ല എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് അതൊരു അവകാശമായി നിലവിൽ കസ്റ്റഡിയിലിരിക്കുന്ന പ്രതിക്ക് അതൊരു അവകാശമായി കണക്കാക്കേണ്ടതില്ല എന്നുള്ള വാദം പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്തായാലും വിശദമായിട്ടുള്ള വാദമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. അതിന്റെ ഒരു വിധി പിന്നീട് പറയാൻ മാറ്റിവെക്കുകയായിരുന്നു. ഇന്നത്തേക്കാണ് വിധി പറയാൻ മാറ്റിവെച്ചിരുന്നത്. അതെന്തായാലും ഇന്ന് രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയും. കസ്റ്റഡി അപേക്ഷ കൂടി ഇന്ന് പരിഗണിക്കുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.